ഏറ്റെടുക്കാൻ ഉറ്റവരില്ലാതെ ഒറ്റപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്നവരെ ചേർത്തു പിടിച്ച് ഗാന്ധി ഭവൻ. തിരുവനന്തപുരത്തെ 17 പേരെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. ഇനിയുള്ള കാലം നല്ല ഭക്ഷണവും വസ്ത്രവുമൊക്കെയായി ഇവർ ഗാന്ധി ഭവനിലുണ്ടാകും. ഏറ്റെടുക്കാൻ ആളില്ലാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന നൂറുകണക്കിന് ആളുകളാണ് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ കഴിയുന്നത്. ഉറ്റവർ തിരിഞ്ഞു നോക്കാതെ രോഗമുക്തരായവർ വീണ്ടും മാനസിക വിഷമത്തിൽ കഴിയുന്നു. ഇവർക്ക് ആശ്വാസമൊരുക്കുകയാണ് കൊല്ലം പത്തനാപുരത്തെ ഗാന്ധി ഭവൻ. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 11 ആളുകളെയും മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന 7 പേരെയും ഇനി ഗാന്ധി ഭവൻ സംരക്ഷിക്കും. ആരുമില്ലാത്തവർക്ക് ആശ്വാസമായതിന് ഗാന്ധി ഭവന് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രശംസ. നല്ല രീതിയിൽ ഇത്രയും കാലം അവരെ പരിരക്ഷിച്ച ആരോഗ്യവകുപ്പിലെ മുഴുവൻ ജീവനക്കാർക്കും ആ പാവങ്ങളുടെ പേരിൽ ഞാൻ ഹൃദയംഗമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ആരും ഈ ലോകത്ത് ഒറ്റയല്ല എന്ന് ഉറക്കെ പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ആ കടമയാണ് ഈ പരിപാടിയിലൂടെ സർക്കാരും സമൂഹവും സന്നദ്ധ പ്രസ്ഥാനങ്ങളും ചേർന്ന് നിർവഹിക്കുന്നത്. ഇനിയും നമ്മുടെ ആശുപത്രികളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യർക്ക് താങ്ങും തണലുമായിട്ട് സർക്കാരും OCBക്ക് കീഴിലുള്ള ക്ഷേമ മന്ദിരങ്ങളും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഏറ്റെടുക്കാൻ ആളില്ലാതെ കഴിയുന്നവർക്കും ഗാന്ധി ഭവൻ തണലൊരുക്കും. ശാരീരികവും മാനസികവുമായ ആരോഗ്യ ഇടപെടലുകൾ ശാസ്ത്രീയമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നടത്തി കഴിയുമെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം നടത്തും. അത് നടന്നില്ല എങ്കിൽ അവരുടെ ജീവിത അവസാനം വരെ നല്ല ഭക്ഷണവും ചികിത്സയും ഒക്കെ നൽകി അവരെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഗാന്ധി ഭവൻ അവലംബിച്ചു വരുന്നത്. താൽപ്പര്യമുള്ളവരെ പുനരധിവസിപ്പിക്കാൻ ഗാന്ധി ഭവൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും ഇത്തരക്കാരുടെ പുനരധിവാസം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.